പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ നെയിമിംഗ് വരെ പഠിച്ചു. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, നെയിമിംഗ് മെയിൻ ആണ്, എന്നാലും കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അടുത്ത വർഷം കുറച്ചുകൂടെ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ട് നമ്മൾ അതിനകത്തോട്ട് കയറാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം പഠിക്കാനുള്ളത് നമ്മൾ ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു റിയാക്റ്റന്റും പ്രൊഡക്റ്റൂടെ റിയാക്റ്റന്റ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വർഷം വരെ പഠിച്ചത്. അത് തന്നെയാണ്. എന്നാൽ അതിനകത്ത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ സൂം ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിത് എങ്ങനെ നടക്കുന്നു, ബോണ്ട് ബ്രേക്കിംഗ് നടക്കുന്നു. ഒരിടത്തും ബോണ്ട് ബ്രേക്ക് നടക്കുന്നു, ഒരിടത്തും ബോണ്ട് മേക്കിംഗ് നടക്കുന്നു. ശരിയല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഇപ്പം CU അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച പോലെ തന്നെ Zn പ്ലസ് CuSO4 ഗീവ്സ് എന്താ? ZnSO4 പ്ലസ് CU. അപ്പോൾ അവിടെ CuSO4 തമ്മിലുള്ള ബോണ്ട് പൊട്ടിയിട്ട് Zn SO4 തമ്മിലുള്ള ബോണ്ട് മേക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ സംഭവിക്കുന്നത്, അത് അതിന്റെ കുറെ സ്റ്റെപ്പുകളൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഴുതിക്കോ, വേരിയസ് സ്റ്റെപ്പ് ഇൻ ദ റിയാക്ഷൻ, വേരിയസ് സ്റ്റെപ്പ് ഇൻ ദ റിയാക്ഷൻ ഓഫ് organic compound. ഒന്നാമത്തേത് ക്ലീവേജ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ആദ്യം നടക്കുന്നത് എന്താ? ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ട് പൊട്ടിക്കുന്നതിനാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലീവേജ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, CLEAVAGE. ക്ലീവേജ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. രണ്ടാമത്തേത് ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ്. രണ്ടാമത്തേത് അറ്റാക്ക് ഓഫ് റിയേജന്റ്. നാലാമത്തേത് കോമ്പിനേഷൻ തിയറി. ഈ 4 സ്റ്റെപ്പിലാണ് ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ക്ലീവേജ്. രണ്ടാമത് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. മൂന്നാമത് വരുന്ന ആരാണോ അവൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അത് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പം ശ്രദ്ധിച്ചോണം, ക്ലീവേജ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ബോണ്ട് പൊട്ടുക. ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? താൽക്കാലികമായിട്ടുള്ള കുറച്ചു നേരത്തേക്കുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ആ ഇന്റർമീഡിയറ്റിലോട്ടാണ് പിന്നെ ആര് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്? റിയേജന്റ് വന്നിട്ട് മറ്റേ അടുത്ത റിയാക്ടന്റിലെ ആൾ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് അറ്റാക്ക് ഓഫ് റിയേജന്റ്. നാലാമതാണ് അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്. ഓരോ ആളുടെ രീതി അനുസരിച്ച് ഓരോ കോമ്പിനേഷൻ തിയറിയാണ്. 4 ഇലക്ട്രോമെറിക് എഫക്റ്റ്, മീസോമെറിക് എഫക്റ്റ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇനി നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനകത്ത് ആദ്യത്തേത് എന്താണ്? ക്ലീവേജ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ക്ലീവേജ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ക്ലീവേജ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് എഴുതിയിട്ട് അതിനെ രണ്ടാക്കുക. ഇങ്ങനെ രണ്ട് ഇതാക്കിയിട്ട് ഒന്ന് ഹോമോലിറ്റിക് ക്ലീവേജ്. ക്ലീവേജ്. രണ്ടാമത്തേത് ഹെറ്ററോലിറ്റിക് ക്ലീവേജ്. ഹോമോലിറ്റിക് ക്ലീവേജും ഹെറ്ററോലിറ്റിക് ക്ലീവേജും. ഇതിനെ ഹോമോലിസിസ്, ഇത് ഹോമോലിറ്റിക് ആണ്, ഹോമോയാണ്. ഇത് ഹോമോലിസിസും അതേപോലെ തന്നെ ഇത് ഹെറ്ററോലിസിസ്. വീണ്ടും എ എന്ന് എഴുതിയിട്ട് ഹോമോലിസിസ് ആദ്യം എഴുതുക. അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഹോമോലിസിസ്. The bond breaks in such a manner
such a manner such a manner such a manner manner that each of the bonded atom each of the bonded atom gets one of the electrons of the shared pairs. The bond breaks in such a manner that each of the bonded atom gets one of the electron of shared pairs. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നോക്കിയേ, ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ, CH3Br ആണോ? ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ? ഇതിന്റെ പേരെന്താ? ബ്രോമോ മീഥൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ മീഥൈൽ ബ്രോമൈഡ് എന്ന് പറയാം. ഓക്കെ, അതിനെ നമ്മൾ ക്ലീവേജ് ചെയ്യുക, ഹോമോലിറ്റിക് ക്ലീവേജ്. അപ്പൊ നമുക്കറിയാം ഇവിടെ എല്ലാം എന്തുണ്ട്? ഇവിടെ ഒരു ഇവന്റ് ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇവന്റ് ഇലക്ട്രോൺ, ഇവിടെ ഇവന്റ് ഇലക്ട്രോൺ, ഇവന്റ് ഇലക്ട്രോൺ, ഇവന്റ് ഇലക്ട്രോൺ, ഇവന്റ് ഇലക്ട്രോൺ, ഇവന്റ് ഇലക്ട്രോൺ, ഇവന്റ് ഇലക്ട്രോൺ, ഇങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഹോമോലിസിസ് എന്ന് പറയുമ്പോൾ ഹോമോ മീൻസ് എന്താ? ഒരേപോലെ, സെയിം എന്ന അർത്ഥം. അപ്പൊ ഇതിനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഈ ഇലക്ട്രോൺ ഇവന്റെ കൂടെ പോകും, ഈ ഇലക്ട്രോൺ ഇവന്റെ കൂടെയും പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് ഇതായിരിക്കും, CH. ഇവിടെ ആ ഇലക്ട്രോൺ ഇങ്ങനെ ഇരിക്കും, പ്ലസ് ബ്രോമിന്റെ കൂടെ ഉള്ള ഇലക്ട്രോൺ കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇവരെ റാഡിക്കൽസ് എന്നാ പറയാം, റാഡിക്കൽസ്. ഇങ്ങനെ ഇലക്ട്രോൺസ് ഈ അവസ്ഥയിൽ ഇരിക്കുന്നതിനെ ഹോമോലിസിസ് വെച്ച് ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റിനെ നമ്മൾ, ഇതിന് രണ്ട് ഇന്റർമീഡിയറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റാഡിക്കൽസ് എന്ന് പറയും, ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? പിന്നെ എഴുതണ്ടേ? സിംപിളി ഇത് എഴുതുവാണെങ്കിൽ, റിയാക്ഷൻ വഴി എഴുതുവാണെങ്കിൽ CH3Br നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ CH3 കണ്ടോ, ഇവിടെ CH3 ഒരു റാഡിക്കൽ ഇലക്ട്രോണും അതേപോലെ തന്നെ ഇവിടെ Br. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ വേണം എഴുതാം. പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഹോമോലിസിസ് വെച്ചിട്ട് അവരവരുടെ ഇലക്ട്രോണെ പൊട്ടിക്കുമ്പോൾ അവരവരുടെ ഇലക്ട്രോണെ അവരവർക്ക് തന്നെ കിട്ടുന്ന ആ അവസ്ഥയെ നമ്മൾ പറയുന്ന പേര് ഫ്രീ റാഡിക്കൽസ് എന്നാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഫ്രീ റാഡിക്കൽ എന്ന് കൂടെ എഴുതാം. ഫ്രീ റാഡിക്കൽ species which contains odd number of electrons or unpaired electron. odd number of electron or unpaired electron. odd number of electron എന്ന് പറഞ്ഞാൽ എന്താ? 7 അല്ലെങ്കിൽ എത്ര? 5 അങ്ങനെ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും അതിന്റെ ചുറ്റിനും ഉള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞല്ലോ 15 വരില്ല കേട്ടോ, പൊട്ടത്തരം പറയല്ലോ, 11 വരില്ല. ഓക്കെ, ഇവിടെ എന്താണ് അങ്ങനെ 15 വരുന്നത്? 7 വരുന്നത്, 7 5 അല്ലെ, അങ്ങനെയുള്ള വരുന്നത്. അപ്പം നോക്കി, അപ്പൊ അങ്ങനെ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അല്ലെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത്. കണ്ടോ, ഇത് പെയർ ചെയ്യാതെ കിടക്കുന്ന ഇലക്ട്രോൺ അല്ലേ, ഒറ്റയ്ക്ക് കിടക്കുന്ന ഇലക്ട്രോണാ, സിംഗിൾ പെർസെന്റ്. അപ്പൊ അവരെന്താ? അവര് റാഡിക്കൽസ് എന്നാ പറയാ. ശരിയല്ലേ? ഇപ്പൊ നോക്കിയേ, ബ്രോമിനെ ചുറ്റിനും നോക്കിയേ, ബ്രോമിന് ചുറ്റിനും എത്ര എണ്ണം ഉണ്ട്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 എണ്ണോ വരേണ്ടത്. നോക്കിയേ, 1 2 3 4 5 6 7. ഓഡ് നമ്പർ ആയി, ഓഡ് നമ്പർ അല്ലേ ഉള്ളൂ, മറ്റേനെ നമ്മൾ കാണിച്ചിട്ടില്ല, ഈ ഒരെണ്ണത്തിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? മൊത്തം കൂട്ടി നോക്കുമ്പോൾ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതും അതേപോലെ തന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതും എന്ത് തന്നെയാണ്? ഫ്രീ റാഡിക്കൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബി എന്ന് എഴുതിയിട്ട് ഹെട്രോലിസിസ് എന്ന് എഴുതുക. ബി എന്ന് എഴുതിയിട്ട് ഹെറ്ററോലിസിസ് എന്ന് എഴുതുക. The bond breaks in such a manner that the shared
shared pair of electrons remains with one of the part ഒരു പാർട്ടിന്റെ കൂടെ ഇരിക്കും. അതായത് ആ ഷെയർ ചെയ്ത കൊണ്ടുപോകുമ്പം ഒരു ആ 2 ഇലക്ട്രോണെ പൊട്ടിക്കുന്ന 2 ഇലക്ട്രോണെ ആര് കൊണ്ടുപോകും? ആരെങ്കിലും ഒരാൾ കൊണ്ടുപോകും. മനസ്സിലായോ? നേരത്തെ എന്തായിരുന്നു പൊട്ടിച്ചപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? ഓരോ ഇലക്ട്രോണിനെ അവരവരുടെ ഇലക്ട്രോണെ അവരവർ കൊണ്ടുപോയിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്നത്? മറ്റവന്റെ ഇലക്ട്രോണിനെയും കൂടെ ഒരാൾ, അതായത് ആരുടെയും ഇലക്ട്രോണെ അവരവർ മറ്റവന്റെ ഇലക്ട്രോണെ കൂടെ എടുത്തോണ്ട് പോകും. എക്സ്ചേഞ്ച് ചെയ്യുമല്ല, ഇവന്റെ ഇലക്ട്രോണെ കൂടെ അവൻ എടുത്തോണ്ട് പോകും. പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ അവന്റെ ഇലക്ട്രോണെ ഇവൻ എടുത്തോണ്ട് പോകും. മനസ്സിലായോ? ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഈ സെയിം ഇത് തന്നെ വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. നോക്കിക്കോളൂ. അതായത് CH3Br ഇങ്ങനെ വരുന്നു അല്ലേ? ഞാൻ വിടർത്തി വരയ്ക്കുന്നില്ല, ചുരുക്കി വരയ്ക്കാം. ഇതിനെ ഹെട്രോലിസിസ് നടക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അപ്പം ഈ 2 ഇലക്ട്രോണേയും കൂടെ മൊത്തത്തിൽ ആര് കൊണ്ടുപോകും? മൊത്തത്തിൽ ഈ ബ്രോമിൻ കൊണ്ടുപോയാൽ, അപ്പൊ നോക്കിയേ, ഈ കാർബണിന്റെ ഒരു ഇലക്ട്രോണെ കൊണ്ടുപോയി കാർബൺ എന്ത് ചാർജ് വരും? ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇത് വിടർത്തിയും ചുരുക്കിയും വരച്ചു തരാമേ. കാർബണിന്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ കാർബൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ്. അപ്പൊ കാർബണിന്റെ മണ്ടയ്ക്ക് ഒരു പോസിറ്റീവ് ചാർജ് വരും. പ്ലസ് എന്താണ്? ബ്രോമിന് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടി. അപ്പൊ എന്താ? മൈനസ്. ഇത് വിടർത്തി വരയ്ക്കുമ്പോൾ ഇങ്ങനെ, അതായത് വിടർത്തി വരച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഞാനത് HBr. ഓക്കെ, ഇലക്ട്രോൺസ് എല്ലാം ഒന്ന് വരയ്ക്കാം. ഇതെല്ലാം ഓരോ ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എന്താ? ഇത് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. ഇതിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഈ 2 ഇലക്ട്രോണിനെയും ആര് കൊണ്ടുപോകും? ബ്രോമിൻ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ CH3 പ്ലസ് എന്താണ്? ഇവിടെ Br. ഈ സിയിലാണ് പ്ലസ് വരുന്നത് കേട്ടോ. അല്ലാതുകൊണ്ട് CH3 പ്ലസ് എന്ന് ഇങ്ങനെ എഴുതരുത്. ഇങ്ങനെ എഴുതിയാൽ തെറ്റാ. മനസ്സിലായി? തിരിച്ചു വേണേലും എഴുതാം. എന്തുവാ? ഇങ്ങനെ വേണേ എഴുതാം. CH3 പ്ലസ് ഇങ്ങനെ വേണേലും എഴുതാം. മനസ്സിലായി? പക്ഷെ CH3 എന്ന് എഴുതിയിട്ട് എച്ചിനെ മണ്ടയ്ക്ക് കൊണ്ട് പ്ലസ് എഴുതി വെക്കല് തെറ്റാണ്. ഓക്കെ, ഈ ഉണ്ടാകുന്ന ആളിനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? കാർബണിന്റെ മേൽ പോസിറ്റീവ് ചാർജ് വന്നാൽ അവനെ വിളിക്കുന്ന പേര് കാർബോ കാറ്റയോൺ. എന്താണ്? കാർബോ കാറ്റയോൺ എന്നാണ്. കാർബണിന്റെ മണ്ടയ്ക്ക് പോസിറ്റീവ് ചാർജ് വരുന്ന ആ സ്പീഷ്യസിനെ വിളിക്കുന്ന പേരെന്താ? കാർബോ കാറ്റയോൺ. നേരത്തെ ഫോം ചെയ്ത സ്പീഷ്യസിന്റെ പേരെന്താ? ഫ്രീ റാഡിക്കൽ ആയിരുന്നു. ഇത് കാർബോ കാറ്റയോൺ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇതിന്റെ തന്നെ വേറൊരു എക്സാമ്പിൾ, അതായത് ഇത് എക്സാമ്പിൾ 1 ആണ്. അടുത്തത് എക്സാമ്പിൾ 2 എടുക്കാം. നോക്കിക്കോളൂ, എക്സാമ്പിൾ 2 എടുക്കാം. എക്സാമ്പിൾ CH3 ബ്രോമിൻ ആണല്ലോ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്. അപ്പൊ പൊട്ടിക്കുമ്പോൾ കാർബണിന്റെ ഇലക്ട്രോണെ ബ്രോമിൻ കൊണ്ടുപോകാനാണ് സാധ്യത. എന്നാൽ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾ 2 നീ പറഞ്ഞ പോലത്തെ തിരിച്ചു നടക്കാനുള്ള ഒരു എക്സാമ്പിൾ എഴുതുന്നത്. അപ്പൊ നോക്കൂ, അത് വേണ്ട CH3 MgBr എന്ന് എഴുതുവാണേ. അതായത് MgBr. ഓക്കെ, ഇങ്ങനെ വന്നു. ഇതിനെ ഹെട്രോലിസിസ് ചെയ്യുക. ഈ MgL ആണ് ഈ കാർബൺ ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ കാർബൺ ആണോ MG ആണോ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ പോസിറ്റീവ് ആണ് ഇവൻ. പക്ഷെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ടേമിലും പറയാം. അങ്ങനെയാണെങ്കിൽ ഈ കാർബണേക്കാളും ഇലക്ട്രോ നെഗറ്റീവ് ആരാ? സോറി, മഗ്നീഷ്യത്തിനേക്കാളും ഇലക്ട്രോ നെഗറ്റീവ് ആരാ? കാർബൺ ആണ്. അപ്പം ഇവിടെ നോക്കിയേ, ഈ മഗ്നീഷ്യത്തിന്റെ ഒരു ഇലക്ട്രോണിനെയും ഈ കാർബണിന്റെ രണ്ടുപേരെ ആരായിരിക്കും കൊണ്ടുപോകുന്നത്? രണ്ടും കൊണ്ടുപോകുന്നത് ഈ കാർബൺ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന സ്പീഷ്യസ് നോക്കിയേ, ഇവിടെ ഉണ്ടാകുന്ന സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ, അപ്പം കാർബൺ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടി. അപ്പം ആ കാർബണെ വിളിക്കുന്ന പേരെന്താ? ആ കാർബൺ എന്ത് ചാർജ് വരും? കാർബണിന് മൈനസ് ചാർജ് വരും. കണ്ടോ? പ്ലസ് എന്താണ്? MgBr. Mgക്ക് പ്ലസ്. ഈ വിളിക്കുന്ന കണ്ടോ, കാർബണിന്റെ മണ്ടയ്ക്ക് നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അവനെ വിളിക്കുന്ന പേര് കാർബാനിയോൺ എന്നാണ്. എന്താണ്? കാർബാനിയോൺ. വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഇവരെല്ലാം ഇന്റർമീഡിയറ്റ്സ് ആണ്. ഈ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്താലേ വേറൊരാൾക്ക് അറ്റാക്കിംഗ് റീജിയനിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? സെറ്റാണോ?
ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്ലീവേജിന്റെ കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ റിയാക്ഷനകത്ത്? ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ്. അപ്പൊ രണ്ടെണ്ണം എഴുതിക്കോ, ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് എന്ന് എഴുതിക്കോ. അപ്പൊ രണ്ടെണ്ണം എഴുതിക്കോ. രണ്ടെണ്ണം എഴുതിയിട്ട് ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ്. അപ്പം ഇന്റർമീഡിയറ്റ് ഇവിടെ എന്താ? ഇന്റർമീഡിയറ്റ് എന്താ ഫോം ചെയ്യുന്നത്? 3 ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തത്. എന്താ? ഒന്ന് CH3 തേണ്ടത്, ഇതിനെ എന്തെന്ന് പറയും? ഫ്രീ റാഡിക്കൽ എന്ന് പറയും. അത് ഞാൻ എഴുതുന്നില്ല ഇനി എങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന്. രണ്ടാമത്തെ എന്താ? CH3+. ഇതെന്താ? ഇത് കാർബോ കാറ്റയോൺ ആണ്. ഇനി അടുത്ത എന്താ? CH3-. അതെന്താ? കാർബാനിയോൺ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? മൂന്നാമത്തെ സ്റ്റെപ്പ് അറ്റാക്ക് ഓഫ് എന്താണ്? റിയജന്റ് ആണ്. അറ്റാക്ക് ഓഫ് റിയജന്റ് ഓൺ ഇന്റർമീഡിയറ്റ്. അത് എടാ ഓൾറെഡി ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ആയിരത്തിനകത്ത് തന്നെയല്ലേ? ക്ലീവ് ചെയ്തപ്പോഴും ഉണ്ടായ സാധനം എന്തുവാ? ക്ലീവ് ചെയ്തപ്പോൾ ഉണ്ടായ സാധനമാണ്. അപ്പൊ രണ്ടും അതുകൊണ്ടാണ് ഇവിടെ അത് വീണ്ടും അത് തന്നെ എഴുതേണ്ടതാ. എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത് അറ്റാക്ക് ഓഫ് റിയജന്റ് ഓൺ ഇന്റർമീഡിയറ്റ്സ്. മൂന്ന് ടൈപ്പ് ഇന്റർമീഡിയറ്റ് ആണുള്ളത്. ഒന്ന് ഫ്രീ റാഡിക്കൽ റിയേജൻസ് ഉണ്ട്, 2 ഇലക്ട്രോഫൈൽസ് ഉണ്ട്, 3 ന്യൂക്ലിയോഫൈൽസ് ഉണ്ട്. അപ്പം അതെന്താന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പം 3 types of reagent. There are 3 types of reagent. ഒന്ന് ഫ്രീ റാഡിക്കൽ റിയജന്റ്. രണ്ടാമത്തേത് ഇലക്ട്രോഫൈൽസ്. മൂന്നാമത്തേത് ന്യൂക്ലിയോഫൈൽസ്. ഫ്രീ റാഡിക്കൽ റിയേജന്റ്, ഇലക്ട്രോഫൈൽസ്, ന്യൂക്ലിയോഫൈൽസ്. ഓക്കെ, ഫ്രീ റാഡിക്കൽ റിയേജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ. അപ്പൊ ആദ്യം ഫ്രീ റാഡിക്കൽ റിയേജൻസ് ന്യൂക്ലിയോഫൈൽസ്, ഇലക്ട്രോഫൈൽസ്, ന്യൂക്ലിയോഫൈൽസ് എന്താന്ന് പറഞ്ഞു തരാം ഓരോന്നെ. ജസ്റ്റ് ഒന്ന് എഴുതി എടുത്തല്ല. ഓക്കെ, ഈ ഫ്രീ റാഡിക്കൽ റീജൻസ് എന്ന് പറയുമ്പോൾ ഫ്രീ റാഡിക്കൽ നേരത്തെ ഉണ്ടായ റീജൻസ് തന്നെയാണ് ഫ്രീ റാഡിക്കൽ. എന്തുവാ? ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ? എന്തുവാ ഫ്രീ റാഡിക്കൽ? അതായത് ഹോമോലിസിസ് നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അത് ഒരു എക്സാമ്പിൾ. ആദ്യം ഫ്രീ റാഡിക്കൽ എന്ന് എഴുതിക്കേ. ഫ്രീ റാഡിക്കലിന് വീണ്ടും സബ് ഹെഡിങ് എഴുതിക്കോ. ഫ്രീ റാഡിക്കലിന് സബ് ഹെഡിങ് എഴുതിയിട്ട് CH3Br ഹോമോലിസിസ് നടക്കുകയാണ്. അപ്പം ഒരെണ്ണം ഇങ്ങോട്ടും ഇലക്ട്രോൺ ഇങ്ങോട്ടും കിട്ടുന്നു. ഉണ്ടാകുന്ന ഇവിടെ CH3 ഇവിടെയും കണ്ടോ. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഇത് രണ്ടും ഫ്രീ റാഡിക്കൽസ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഈ ഫ്രീ റാഡിക്കൽ റീജിയനകത്തോട്ട് ഞാൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ഇപ്പൊ നോക്കിയേ, ഇപ്പം
ഈ ഫ്രീ റാഡിക്കൽ റിയേജന്റ്, അതായത് നമ്മുടെ കാർബണിന്റെ ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള റിയേജന്റ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇപ്പൊ Cl2 ഉണ്ടല്ലോ, Cl2 പൊട്ടുമ്പോൾ ഒരു Cl, അത് എഴുതണ്ടേ, ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, 2 Cl റാഡിക്കലാണ് ഉണ്ടാകുന്നത് പൊട്ടുമ്പോൾ. അപ്പൊ ഇതിപ്പം ഈ ആള് പോയിട്ട് ഇതിനകത്ത് ക്ലോറിൻ ചേർത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ ആള് പോയിട്ട് ആ ക്ലോറിന്റെ റാഡിക്കലുമായിട്ടായിരിക്കും ചേരുന്നത്. അപ്പൊ എന്തുണ്ടാവും? അപ്പം CH3 ബോണ്ടഡ് വിത്ത്, കണ്ടോ, ഈ Cl ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. എഴുതിക്കും. ഇത് ഇന്റർമീഡിയറ്റ് ആണ്, മീഡിയറ്റ് ആണ്. ഇത് ഫ്രീ റാഡിക്കൽ റിയേജന്റ് ആണ്, ഫ്രീ റാഡിക്കൽ റിയേജന്റ് ആണ്. അതായത് ഈ ഇന്റർമീഡിയറ്റ് ആണ്, ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റുമായിട്ട് ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള റിയേജന്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിയാക്ട് ചെയ്യത്തുള്ളൂ. അല്ലെ നെഗറ്റീവ് അയോൺ ഒന്നും വന്നാൽ എന്ത് ചെയ്യത്തില്ല? റിയാക്ട് ചെയ്യത്തില്ല. മനസ്സിലായോ? ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യണമെങ്കിൽ ഫ്രീ റാഡിക്കൽ തന്നെ വരണം. മനസ്സിലായോ? അങ്ങനെയാണോ നിർബന്ധമില്ല. ഹോമോലിസിസ് വെച്ച് നടന്നത്, അതായത് ഹൈഡ്രജൻ ഒക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹോമോലിസിസ് വഴി വേണം ഉണ്ടാവാം. Cl2 Br2 ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് Br മൈനസും ഉണ്ടാവാം, Cl മൈനസും ഉണ്ടാവാം. മനസ്സിലായി? അതിന്റെ കേസ് അടുത്ത് പറയാൻ പോകും. ഇവിടെ നോക്കിയോ, അതായത് ഇലക്ട്രോഫൈൽസ്. ഈ ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിചാരിച്ചോണം ഇലക്ട്രോൺ ലവിങ് ആണ്. ഇലക്ട്രോൺ ലവിങ് സ്പീഷ്യസ് ആണ് ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോൺ ലവിങ് എന്താ? ഇലക്ട്രോൺ ലവിങ് ആന്ന് പറഞ്ഞാൽ അപ്പൊ അവരുടെ ചാർജ് എന്തായിരിക്കണം? ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ ചാർജ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, ഇല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. A reagent that takes away a reagent that takes away an electron pair is called an electrophile. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്ത് ചെയ്തത്? ഇലക്ട്രോൺ ലവിങ് സ്പീഷ്യസ് എഴുതിയത്. ഇലക്ട്രോഫൈൽസ്, they are positively charged species. എക്സാമ്പിൾ നമുക്ക് എഴുതാം. എക്സാമ്പിൾ H+ ഒരു ഇലക്ട്രോഫൈല, പോസിറ്റീവ് ചാർജ് അല്ലേ? CH3+ കാർബോകാറ്റയോൺ, അത് പോസിറ്റീവ് ചാർജ് അല്ലേ? അതേപോലെ തന്നെ ചാർജ് ഇല്ലാത്ത ഇലക്ട്രോഫൈൽസ് ഉണ്ട്, അതായത് BF3 ഇലക്ട്രോഫൈലാണ്, AlCl3. അത് ഈ രീതിയിലാണ്, അതായത് ഇലക്ട്രോൺ പെയറിനെ ടേക്ക് ചെയ്യും. അതായത് BF3 ഇലക്ട്രോൺ പെയറിനെ വാങ്ങും, AlCl3 ഇലക്ട്രോൺ പെയറിനെ വാങ്ങും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് എന്തായിട്ട് മാറിയത്? ഇലക്ട്രോഫൈൽ. രണ്ട് രീതിയിൽ പറയാം. എന്താണ് ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ? പോസിറ്റീവ്ലി ചാർജ് സ്പീഷ്യസ് ഇലക്ട്രോഫൈൽ ആണ്. ഇലക്ട്രോൺ പെയറിനെ ടേക്ക് ചെയ്യുന്നതും എന്താണ്? ഇലക്ട്രോഫൈൽസ് ആണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കല് എന്താണ്? ഇത് ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ് ആണ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ചാർജ്ഡ് അല്ല, സാധാരണ ചാർജ്ഡ് വരുന്നത് ന്യൂട്രൽ ആണ്. അപ്പൊ ഇതെങ്ങനെ ഇലക്ട്രോഫൈൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഇലക്ട്രോൺ പെയറിനെ ടേക്ക് അവേ ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് ന്യൂട്രൽ ആണ്. അതേപോലെ തന്നെ ഇതും ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ ആണ്. സോറി, ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോഫൈൽ, ന്യൂട്രൽ ഇലക്ട്രോഫൈലിനെ പറ്റിയല്ലേ പറയാം. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതിയാലോ? ഞാനൊരു ഇന്റർമീഡിയറ്റ് എടുക്കുക. ഈ ഇന്റർമീഡിയറ്റിന്റെ പ്രത്യേകത, ഇതൊരു കാർബാനിയോൺ ആണ്. ഇത് ഇന്റർമീഡിയറ്റ് ആണ്. ഈ കാർബാനിയോൺ വന്നിട്ട് എന്തുമായിട്ട് ചേരുക? നമ്മുടെ H+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈലുമായിട്ട് ചേരുക. ഇലക്ട്രോഫൈലുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാവും? കണ്ടോ, ഈ പോസിറ്റീവ് നെഗറ്റീവോട് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? CH4 ഉണ്ടാകുന്നത്. കണ്ടോ, ഇന്റർമീഡിയറ്റിന്റെ പേരെന്താ? ഇവിടെ ഇന്റർമീഡിയറ്റിന്റെ പേരെന്താ? കാർബാനയോൺ ആണ്.
ഇവിടെ കണ്ടോ ഇലക്ട്രോഫൈല് കണ്ടോ ഈ നെഗറ്റീവ്, ഇവിടെ റാഡിക്കൽ ആയിരുന്നെങ്കിലോ ഈ റിയാക്ഷൻ നടക്കത്തില്ലായിരുന്നു കേട്ടോ, ഓർത്തോണം. അടുത്തത് ന്യൂക്ലിയോഫൈലിന് ഹെഡിങ് എഴുതുക. ന്യൂക്ലിയോഫൈലിന് ഹെഡിങ് എഴുതുക. A reagent that brings ഇത് ഒരു കാര്യം, അതായത് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ന്യൂക്ലിയസ് ലവിങ് ആയിരിക്കും. ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആയിരിക്കും. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജിന് ലവ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചാർജ് ആയിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം, എ റിയജന്റ് ബ്രിങ്സ് ആൻ ഇലക്ട്രോൺ പെയർ. ഈ രീതിയിലും പറയാം, ഇലക്ട്രോൺ പെയർ അങ്ങനെ എഴുതാം. ഈസ് കോൾഡ് ന്യൂക്ലിയർ. എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ Cl1 മൈനസ് Br മൈനസ് OH മൈനസ് NH3 നോക്കിയേ, ബ്രിങ്സ് എ റീജൻ ദാറ്റ് ബ്രിങ്സ് ആൻ ഇലക്ട്രോൺ പെയർ. കണ്ടോ ഇത് ഇവിടെ രണ്ട് ഇതിന് മണ്ടയ്ക്കുണ്ട്. അതേപോലെ H2O ഓക്സിജന്റെ മണ്ടയ്ക്ക് എന്താ, 2 ഇലക്ട്രോൺ പെയർ ഉണ്ട്. അപ്പം ഈ ഇലക്ട്രോൺ പെയറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇലക്ട്രോൺ പെയറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇലക്ട്രോൺ പെയറിന് കൊടുക്കാൻ പറ്റും, വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ബ്രിങ്സ് ആൻ ഇലക്ട്രോൺ പെയർ, അതായത് വേറൊരാൾക്ക് ഇലക്ട്രോൺ പെയറിനെ ഇപ്പം നമുക്ക് ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനർത്ഥം. മറ്റേന്താ, ടേക്സ് എ വെയർ, അവിടുന്ന് ഇലക്ട്രോണിനെ മേടിച്ചുകൊണ്ട് വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കിയോ, അപ്പൊ ഇത് രണ്ടും ന്യൂട്രൽ ആയിട്ടുള്ളതാണ്. അതായത് ഇവിടെയും ഇത് ന്യൂട്രലാണ്, ഇതും ന്യൂട്രലാണ്, അതേപോലെ ഇതും ന്യൂട്രലാണ്. ന്യൂട്രൽ. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ഞാനൊരു കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ് എടുക്കുകയാണ്. കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് വരുന്നു. പ്ലസ് എന്താണ്, ഞാനൊരു Br മൈനസ് എന്താണ് ന്യൂക്ലിയോഫൈൽ എടുക്കുക. അപ്പം ഇത് ഇന്റർമീഡിയറ്റ് ആണ്. ഈ ഇന്റർമീഡിയറ്റിന്റെ പ്രത്യേകത എന്താ, ഇവനൊരു കാർബോ കാറ്റയോൺ ആണ്. അതേപോലെ തന്നെ Br മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇവിടത്തെ എന്താ, ന്യൂക്ലിയോഫൈൽ ആണ്. അത് വരുമ്പോ എന്താ കിട്ടുക, CH3. ഇനി അടുത്തത് എന്താ, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് കോമ്പിനേഷൻ തിയറിക്കകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിനെ പറ്റിയാണ്. ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ്, അതും കൂടെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്ന് എഴുതിക്കും. എഴുതിക്കും, കോമ്പിനേഷൻ തിയറി എന്ന് എഴുതിയിട്ട് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഴുതിക്കും. കോമ്പിനേഷൻ തിയറി ആണെന്ന് എഴുതിയിട്ട് കോമ്പിനേഷൻ തിയറി എന്ന് എഴുതിയിട്ട് അതിനകത്ത് സബ് ഹെഡിങ് ആയിട്ട് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ്. അതിൽ എ എന്നുള്ളത് എന്ന് എഴുതിയിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. രണ്ടാമത്തെ ബി എന്ന് എഴുതിയിട്ട് റെസൊണൻസ് ഇഫക്റ്റ്. സി എന്ന് എഴുതിയിട്ട് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ്. ഇഫക്റ്റ്. അതേപോലെ തന്നെ ഡി എന്നുള്ളത് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്.
ഓക്കെ, ഇനി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആദ്യം എഴുതിക്കുക. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇൻഡക്റ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇൻഡക്റ്റീവ്. ഇറ്റ് ഈസ് എ പെർമനന്റ് ഇഫക്റ്റ്, പെർമനന്റ് ഇഫക്റ്റ് arising due to the shifting of sigma electron. നമ്മൾ സിഗ്മ ഇലക്ട്രോണിനെ പറ്റി പഠിച്ചായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് തോന്നുന്നു പഠിപ്പിച്ചത്, ഫസ്റ്റ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. സിഗ്മ ഇലക്ട്രോൺസ് അല്ലേ, പറഞ്ഞുതരാം. ഇലക്ട്രോൺ ത്രൂ എ കാർബൺ ചെയിൻ in presence of an atom or group of atom. അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാൻ നോക്കിയോ. ഇറ്റ് ഇസ് എ പെർമനന്റ് ഇഫക്റ്റ് അറൈസിംഗ് ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം സി ഡബിൾ ബോണ്ട് സി വന്നു, ഇതിനകത്ത് ഒരു ബോണ്ട് സിഗ്മ ബോണ്ടും ഒരു ബോണ്ട് പൈ ബോണ്ടും. ഇപ്പൊ സി ട്രിപ്പിൾ ബോണ്ട് സി വന്നു, ഇതിനകത്ത് ഒരെണ്ണം സിഗ്മ ബോണ്ടും ബാക്കി രണ്ടെണ്ണം പൈ ബോണ്ടും. പഠിപ്പിച്ചല്ലേ. സിംഗിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് എല്ലാം സിഗ്മ ബോണ്ടാണ്. അപ്പൊ ഈ ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ ഡിസ്പ്ലേസ് ചെയ്യുക, അതായത് ഇവിടെ സിഗ്മ ഇലക്ട്രോൺസിനെ ഡിസ്പ്ലേസ് ചെയ്തുണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് എഫക്റ്റ് ഉണ്ട്. സിഗ്മ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് മേടിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാം, അതേപോലെ അങ്ങോട്ടേക്ക് കൊടുത്തും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാത്തില്ല. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം എഴുതേണ്ടത് പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് എഴുതിക്കുക. ഇതിന്റെ താഴെ തന്നെ പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് ഒരു ഡോട്ട് ഇട്ടിട്ട് പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് എഴുതിക്കുക. എന്നിട്ട് എഴുതേണ്ടത് ഇലക്ട്രോൺസ് മൂവ് away from the electron donating group. Electron donating group. എന്താണ് എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം, തൽക്കാലം എഴുതിയെടുക്കുക. അതേപോലെ മൈനസ് ഐ ഇഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് move towards electron withdrawing group. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ഒരു ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചോണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോണം. ഇലക്ട്രോൺ വിഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇലക്ട്രോണിനെ ഒരിടത്തുനിന്ന് വലിച്ചെടുക്കുന്ന ആൾക്കാരാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാരുടെ മണ്ടയ്ക്ക് ഇലക്ട്രോൺസ് ഇഷ്ടത്തിനുള്ളതുകൊണ്ടല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പൊ ഇലക്ട്രോൺസ് ഒത്തിരിയുള്ള ആൾക്കാർ ഇലക്ട്രോണിനെ കൊടുക്കുകയും ഇലക്ട്രോൺസ് കുറവുള്ള ആൾക്കാർ ഇലക്ട്രോണിനെ അവിടുന്ന് വലിച്ചെടുക്കുകയും ചെയ്യും. വലിച്ചെടുക്കുന്ന ആളെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്നും, കൊടുക്കുന്ന ഇലക്ട്രോൺ ഇഷ്ടത്തിനുള്ള ആളെ എന്ത് ചെയ്യും? കൊടുക്കും. അങ്ങനെയുള്ളതിനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്നും പറയും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്ലസ് ഐ ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അത് മൈനസ് ഐ ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, നമുക്കത് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, CH3 CH2 CH2 ഇതെല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതണ്ട, വിടർത്തി അങ്ങ് എഴുതാമോ? ഇതിപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. CH3 എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ എഴുതാം, CH2 ഇങ്ങനെ എഴുതാം, CH2 ഇങ്ങനെ എഴുതാം, ഇവിടെ Cl എഴുതാം, H H
അപ്പൊ ഇവിടെ ഈ സി എൽ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ സി എൽ എന്ന് പറഞ്ഞാൽ ആരാ? ഇലക്ട്രോൺ വിഡ്രോയിങ് ആണോ ഡൊണേറ്റിംഗ് ആണോ? അവന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആളാണ്. അപ്പൊ ഇലക്ട്രോണെ വലിച്ചെടുക്കാൻ കഴിവുള്ള ആളാണ്. എന്താ? ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പൊ ഇത് സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. വിഡ്രോയിങ് ആണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ക്ലോറിൻ അടുത്തോട്ട് നീക്കി വെക്കും. അതായത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവനടുത്തോട്ട് വരും. കണ്ടോ? ഇങ്ങനെ നീക്കി വെക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചോ? ഇല്ല, നീക്കി വെച്ചതേ ഉള്ളൂ. അപ്പം ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് വരും. ഇവിടെ എന്ത് ചെയ്യും? ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവൻ വലിക്കുമ്പോൾ ഇവിടുന്ന് എന്തുണ്ടാവും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വലിവുണ്ടാവും. ഈ ബോണ്ട് എന്ത് ചെയ്യും? കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് നീങ്ങും. കണ്ടോ? ഇങ്ങോട്ടേക്ക് നീങ്ങും. അപ്പൊ എന്താ? ഇവന്റെ അത്രയും സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടായില്ലേലും ചെറിയൊരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇവനെ എന്ത് ചെയ്യും? ഇതെല്ലാം സിഗ്മ ബോണ്ട് എന്നുള്ള കാര്യം ആലോചിച്ചോണം. സിഗ്മ ബോണ്ടിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇങ്ങോട്ടേക്ക് വെച്ച് നിങ്ങൾ വരയ്ക്കുമ്പോൾ അങ്ങനെ വരച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഇടുമ്പോൾ മനസ്സിലാവും ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ വന്നേന്ന്. അല്ലാതെ ബോണ്ട് നീക്കിയൊന്നും വരയ്ക്കൊന്നും വേണ്ട. മനസ്സിലായോ? അപ്പൊ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിരിക്കും. അപ്പൊ ഞാൻ സൈസ് കൂട്ടിയും കുറച്ചും ഒക്കെ എഴുതുന്നത്. എന്താ? ഇവിടത്തെ സൈസ് ഏറ്റവും കൂടുതൽ ഇടണം. എന്തുവാ? ഈ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജിന്റെ സൈസ് ഒത്തിരി വലുത്. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ചെറുത്, അതിനേക്കാളും തീരെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പം ആ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. എന്താ? ഒരു ആരോ ഇടാം ഇങ്ങോട്ട്. കണ്ടോ? ഇതിങ്ങനെ ഇതിങ്ങോട്ട് നീങ്ങിപ്പോയി, ഇതിങ്ങോട്ട് നീങ്ങിപ്പോയി, ഇങ്ങനെ ഇടാം. കിട്ടും? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടില്ലേ HCl? HCl ക്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്ട് ഈ ബോണ്ടിനെ ക്ലോറിൻ അടുത്തോട്ട് നീക്കി വെക്കുകയും ക്ലോറിൻ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഇതിനൊരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും വരും. അങ്ങനെ കോവാലന്റ് ബോണ്ട് ഉണ്ടാകുന്നത്. ഓൾറെഡി ഇത് കോവാലന്റ് ബോണ്ടാണ്. പക്ഷെ കോവാലന്റ് ബോണ്ടിനകത്ത് അയണിക് സ്വഭാവം കാണിക്കും ഈ രീതിയിൽ. ഓക്കെ ആണല്ലോ? ഇതാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇത് -I ഇഫക്റ്റ് ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. നോക്കിയോ. CH3 CH2 OCH3. ഈ ഗ്രൂപ്പിന്റെ പേരെന്താ? OCH3. ഇതൊരു ഈതറാണ്. ഓക്കെ ആണല്ലോ? ഇവന്റെ പേരെന്താ? ഇവന്റെ പേര് മെതോക്സി പ്രൊപ്പൈൻ എന്നാണ് ഇവന്റെ പേര്. മെതോക്സി പ്രൊപ്പൈൻ. ഇവിടെ ഒരു കാര്യം ആലോചിച്ചോണം. ഇവിടെ ഈ OCH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് OCH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവൻ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണാണ് പോകുന്നത്. അപ്പൊ എന്താ? ഇവന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഇവിടെ എല്ലാം എന്ത് വരും? സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഇലക്ട്രോണെ കൊടുത്തു. ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഇതിനാണല്ലോ വരുന്നത്. ഓക്കെ. ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരുന്നു. പിന്നെന്താ? ഇവിടെ എല്ലാം സ്ലൈറ്റ് നെഗറ്റീവ്. ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ? ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇവന്റെ ഇലക്ട്രോൺ പോയി. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തോ? ഇല്ല, പാർഷ്യൽ ആയിട്ട് എടുത്തുള്ളൂ. അതുകൊണ്ട് പാർഷ്യൽ ചാർജ് ഡെവലപ്പ് ചെയ്തു. അപ്പം ആ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ഇങ്ങോട്ടേക്ക് കണ്ടോ? ഇങ്ങനെ ആരോ ആയിട്ട് കാണിക്കുക, ഇങ്ങോട്ട് കാണിക്കുക. ഇത് മുകളിലുള്ളത് -I ഇഫക്റ്റിന്റെ എക്സാമ്പിളും താഴെയുള്ളത് +I ഇഫക്റ്റിന്റെ എക്സാമ്പിളുമാണ്. അതും എഴുതി വെച്ചു. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഏതാണ് സ്ട്രോങ്? ഇപ്പം 2 ഇലക്ട്രോൺ, ഒരു 5 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമോ? ഏറ്റവും നന്നായിട്ട് ഇലക്ട്രോണെ വിഡ്രോ ചെയ്യുന്ന ആരാണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ Cl വന്നു, Br വന്നു, F വന്നു, അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു. ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഇലക്ട്രോണെ വിഡ്രോ ചെയ്യുന്ന ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഓർഡർ ഉണ്ട്, അത് പഠിക്കണം. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതിക്കോ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ കുറച്ച് എക്സാമ്പിൾ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അത് NO2 ഗ്രേറ്റർ ദാൻ Cn ഗ്രേറ്റർ ദാൻ F ഗ്രേറ്റർ ദാൻ Cl ഗ്രേറ്റർ ദാൻ Br ഗ്രേറ്റർ ദാൻ I ഗ്രേറ്റർ ദാൻ CHO ഗ്രേറ്റർ ദാൻ OH. ഇവരെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. Cn സയനൈഡ് ആയോ?
ഏറ്റവും നന്നായിട്ട് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ആള് ആരാ? NO2 ആണ്. അതേപോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ ഒരു ഇതും കൂടെ പഠിച്ചോണം. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഏറ്റവും നന്നായിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് മീത്തൈൽ ഗ്രൂപ്പിനാണ്. പിന്നെ ഈത്തൈൽ ഗ്രൂപ്പ് CH2 CH3, പിന്നെ CH3 CH3, അതേപോലെ തന്നെ അടുത്തത് CH3 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 എഴുതിയോ? അടുത്ത രണ്ടാമത്തേത് റെസൊണൻസ് ഇഫക്റ്റ് ഓർ മീസോമെറിക് ഇഫക്റ്റ്. എഴുതി കഴിഞ്ഞു. റെസൊണൻസ് ഇഫക്റ്റ് അടുത്ത എഫക്റ്റ് റെസൊണൻസ് ഇഫക്റ്റ്. അതിന് വേറൊരു പേരുകളുണ്ട്, മീസോമെറിക് ഇഫക്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് എഴുതിക്കും. Resonance effect or mesomeric effect. അതിന്റെ ഷോർട്ട് ഫോം R ഇഫക്റ്റ് എന്നും പറയും, അല്ലെങ്കിൽ M ഇഫക്റ്റ് എന്നും പറയും. അത് എഴുതി വെച്ചേക്കണം. ഇത്തിരി പാടാണ്, മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചു ക്ലിയർ ആക്കി പോണം. ഇതിന്റെ എന്താണെന്ന് M ഇഫക്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കും, അങ്ങനെയും ചോദിക്കും കേട്ടോ. ഡെഫിനിഷനും ചോദിക്കും, എന്താണ് M ഇഫക്റ്റ് എന്താണ് എന്ന് പറഞ്ഞും ചോദിക്കും. എന്താണ് I ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞും ചോദിക്കാറുണ്ട്. അപ്പം ഒരു ഡോട്ട് ഇടുക, എഴുതുക. ദ പൊളാരിറ്റി ബ്രാക്കറ്റിൽ ചാർജ്, പൊളാരിറ്റി produced in the molecule produced in the molecule by the interaction of two pi bonds or between a pi bond and a lone pair of electron. ഈ ഡെഫിനിഷൻ കാണാതെ പഠിക്കുക, കാരണം ഈ ഡെഫിനിഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഡെഫിനിഷൻ തൽക്കാലം കാണാൻ പഠിക്കുക, പക്ഷെ ഞാനത് പ്രാക്ടിക്കലി ഇപ്പൊ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവേ. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, പൊളാരിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ മോളിക്യൂൾ ബൈ ദി ഇന്ററാക്ഷൻ ഓഫ് രണ്ട് പൈ ബോണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു പൈ ബോണ്ടും ഒരു ലോൺ പെയറിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. തൽക്കാലം അത് ബൈ ഹാർട്ട് ചെയ്യുക. എന്നിട്ട് രണ്ട് ടൈപ്പ് R ഇഫക്റ്റ് ഉണ്ട്. they are two types. ഒന്ന് മൈനസ് R ഇഫക്റ്റ്, രണ്ട് പ്ലസ് R ഇഫക്റ്റ്, മൈനസ് R ഇഫക്റ്റ് ആൻഡ് പ്ലസ് R ഇഫക്റ്റ്. ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാവും. ഇപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല.
അപ്പോൾ അത് ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഈ ഡെഫിനിഷൻ വളരെ ചുരുക്കം ഇതിലൊന്നും അടുത്ത വർഷം ഡെഫിനിഷൻ ഒന്നും ചോദിക്കുക. അടുത്ത വർഷം ഇതിന്റെയൊക്കെ പ്രാക്ടിക്കലാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഇതെങ്ങനെയാണ് കൺസെപ്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത വർഷം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കോളൂ. അപ്പം ഇവിടെ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് മൈനസ് ആർ ഇഫക്റ്റിനെ പറ്റിയാണ്. മൈനസ് ആർ ഇഫക്റ്റിനെ പറ്റിയാണ് എഴുതാൻ പോകുന്നത്. എന്താണ് മൈനസ് ആർ ഇഫക്റ്റ്? Electrons move towards atom or group attached to the conjugated system. ഏതൊക്കെ ഗ്രൂപ്പ് വരുമ്പോഴാണ് മൈനസ് ആർ എഫക്റ്റ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ COOH, എക്സാമ്പിൾ COOH, അതേപോലെ തന്നെ CHO, അതേപോലെ തന്നെ C ഡബിൾ ബോണ്ടോ, അതേപോലെ തന്നെ CN, അതേപോലെ തന്നെ NO2. ഇതൊക്കെ വരുമ്പോൾ മൈനസ് ആർ എഫക്റ്റ് ആണ് നടക്കുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ പറയാൻ നോക്കി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സാമ്പിൾ പഠിച്ചോണം. കാരണം ഈ എക്സാമ്പിൾ ഒക്കെ അടുത്ത വർഷത്തേക്കൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നോക്കിയോ, ഞാനൊരു ബെൻസീൻ റിംഗ് വരയ്ക്കുന്നു. ഓക്കെ, ബെൻസീൻ റിംഗ് വരയ്ക്കുമ്പോൾ നിങ്ങൾ വട്ടം ഇടല്, ബോണ്ട് തന്നെ ഇങ്ങനെ തന്നെ വരയ്ക്കണം, നിർബന്ധം. എന്നിട്ട് ഇതേല് ഒരു ഇലക്ട്രോൺ, അതായത് NO2 എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ട് OO, ഇങ്ങനെയാണ് ശരിക്കും NO2ന്റെ സ്ട്രക്ചർ. നമ്മൾ എങ്ങനെ എഴുതുന്നത്? NO2 ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇതിന് ഇവിടെ ശ്രദ്ധിച്ചിട്ട് വരച്ചേ. ഇതിനിടയ്ക്ക് വരയ്ക്കാൻ പോലെ, ഒറ്റൊരാൾ ഇതിനിടയ്ക്ക് വരയ്ക്കാൻ പോലെ. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ മുട്ടയിടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറയാൻ പോകുന്നത്? മൈനസ് ആർ ഇഫക്റ്റ്. മൈനസ് ആർ ഇഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്? പൈ ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്തുണ്ടാകുന്ന എഫക്റ്റ് ആണ് മൈനസ് ആർ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. നോക്കിയേ, ഡബിൾ ബോണ്ടിൽ ഒരെണ്ണം എന്താ? ഒരെണ്ണം പൈ, ഒരെണ്ണം സിഗ്മയും ആണ്. അപ്പൊ നോക്കിയോ, ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടെ ഇത് പൈ അല്ലേ, ഈ പൈ ബോണ്ട് നേരെ ഈ ഓക്സിജന്റെ മണ്ടയ്ക്കോട്ട് ഷിഫ്റ്റ് ചെയ്യും ചാർജ് ആയിട്ട്. ഈ പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഏതാ? ഈ 2 ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ. അതേസമയം ഇവിടെ ഒരു പൈ ഇലക്ട്രോൺ ഉണ്ടല്ലോ. പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരും. അപ്പം അടുത്ത സ്റ്റെപ്പിൽ ഇവന്റെ സ്ട്രക്ചർ ഇങ്ങനെയാവും. ശ്രദ്ധിച്ചോണം. അടുത്ത സ്റ്റെപ്പിൽ ഇവന്റെ സ്ട്രക്ചർ, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ബോണ്ട്, അത് അനങ്ങിയിട്ടില്ല. പിന്നെന്താ? ഇവിടെ ഡബിൾ ബോണ്ട് ആവത്തില്ലേ? കാരണം ഈ ഇലക്ട്രോൺ പേർ ഇവിടെ ബോണ്ട് ആയിട്ട് മാറുക. ഓക്കെ, എന്നിട്ട് ബാക്കി എന്താ? ഇവിടെ N, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഓടെ മണ്ടയ്ക്ക് ഒരു മൈനസ് ചാർജ് വരും. കാരണം എന്താ? 2 ഇലക്ട്രോണിന് ഒരു മൈനസ് ചാർജ് എന്ന് വിചാരിച്ചാൽ മതിയേ. ഇവിടെ O വരും. കണ്ടോ, ഇതാണ് അടുത്ത സ്ട്രക്ചർ. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളൊരു പാത്രത്തിനകത്ത് NO2 എടുത്തു കഴിഞ്ഞാൽ, അതായത് നൈട്രോ ബെൻസിൻ എടുത്തു കഴിഞ്ഞാൽ, ഈ സ്ട്രക്ചർ ഇനി അങ്ങോട്ട് വരുന്ന 3 സ്ട്രക്ചറിലും അതിനകത്ത് ആ ആൾക്കാരെ കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? നോക്കാം. അത് അടുത്ത സ്ട്രക്ചർ എന്ത് വരും? അടുത്ത എന്തായിരിക്കും വരുന്നത്? അടുത്തത് എങ്ങനെ ഷിഫ്റ്റ് നടക്കുന്നത്? ഇനി ഈ ഇലക്ട്രോൺ പെയർ ഇവിടെ കാണിക്കണം കേട്ടോ. ഈ ഇലക്ട്രോൺ പെയർ ഇവിടെ കാണിക്കണം. അപ്പോൾ ഇലക്ട്രോൺ പെയർ കാണിക്കണം. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത്? അടുത്തത് ഈ ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ടേക്ക് എന്തായിട്ട് മാറും? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ കാർബണിന്റെ ഇലക്ട്രോൺ അല്ലായിരുന്നോ ഇത്? ആണോ? ആ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയപ്പോൾ ഈ കാർബൺ എന്ത് ചാർജ് ഡെവലപ്പ് ചെയ്യും? പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അത് ആ സ്റ്റെപ്പിൽ കാണിക്കണം. അടുത്ത എന്താ സംഭവിക്കുന്നത്? അടുത്തത് ഈ 2 ഇലക്ട്രോൺ പെയറിനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാൻ പോവാം, പൈ ബോണ്ടിന്. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നോക്കിയോ, അടുത്ത സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ശ്രദ്ധിച്ചോണം, ഇത് ഇച്ചിരി പാടാണ്. ഈ ബോണ്ടിന് വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഇതെന്തായിട്ട് മാറി? ഇതിങ്ങോട്ട് മാറി. അപ്പം പോയ ഇലക്ട്രോണിനെ തിരിച്ച് കിട്ടിയോ? ഈ കാർബണിന്റെ പോയ ഇലക്ട്രോണിനെ തിരിച്ചു കിട്ടി. അപ്പൊ എന്തായിട്ട് മാറി? ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് അങ്ങ് മാറി. ഒരു ഇലക്ട്രോൺ കുറവായിരുന്നു, ആ ഇലക്ട്രോണിനെ കിട്ടി. അപ്പൊ പോസിറ്റീവ് ചാർജ് മാറി ഇല്ലേ? ബാക്കി എന്താ? ഇവിടത്തെ എല്ലാം അതേപോലെ തന്നെ. ഇവിടെ N സിംഗിൾ ബോണ്ട് ഇതിലൊരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു ഓക്സിജൻ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ കാർബണിന്റെ ഒരു ഇലക്ട്രോൺ പോയില്ലേ? അപ്പൊ ഈ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് വരും. കാരണം ഈ കാർബണിന്റെ ഒരു ഇലക്ട്രോണിനെ കൊണ്ടാണ് അവൻ പോയത്. ശരിയല്ലേ? ധനു ഉറങ്ങല്ലേ? ധനു ഉറങ്ങുമോ? ധ്യാനിക്കുവാണോ? ഓക്കെ, ഇവിടെ നോക്കിയോ. അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? അടുത്ത സ്റ്റെപ്പിൽ ഇവൻ ഇങ്ങോട്ടേക്ക് വരും. ഇവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നോക്കിയേ, എന്ത് വ്യത്യാസം വരുന്നത്? ഇവിടെ ശ്രദ്ധിച്ചോണം. നോക്കിയോ, ഇങ്ങനെ
ആദ്യം ഒരു ബെൻസീൻ റിംഗ് വരയ്ക്കുന്നു. ഇവൻ ഇങ്ങോട്ട് വന്നു. ഇവൻ ഇങ്ങോട്ട് വന്നപ്പം ഈ കാർബണിന്റെ ഇലക്ട്രോണെ തിരിച്ചു കിട്ടിയില്ലേ? അപ്പൊ എന്താ, ഇവന്റെ പോസിറ്റീവ് ചാർജ് മാറി, പകരം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും ഇല്ലേ? ബാക്കി ഒരു ബോണ്ട് ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ N സിംഗിൾ ബോണ്ട് OA, ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. ഓക്കെ ആണല്ലോ. ഇനിയും ഒരു സ്ട്രക്ചർ കൂടെ അവിടെ വരും. ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാം? ഒരു സ്ട്രക്ചർ കൂടെ എന്താ, ഈ ബോണ്ട് തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങി വരും. ഈ ബോണ്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അടുത്ത സ്ട്രക്ചർ എങ്ങനെ? പഴയ പോലെ ആവും, പക്ഷെ ബോണ്ട് ആൾട്ടർനേറ്റ് പൊസിഷനിലാവും, നേരത്തെ പോലെയല്ല. നോക്കിയോ. അപ്പം അത് ബോണ്ട് തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ പോസിറ്റീവ് ചാർജ് പോകുന്നു. ബാക്കി ഇവിടെ ഒരു ബോണ്ട് അനങ്ങുന്നില്ല. ഇവിടെ സിംഗിൾ ബോണ്ടായി. ഇത് എന്താ, ഇവനെ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഈ ഇലക്ട്രോൺ വേറെ തിരിച്ച് ഇവിടെ ബോണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ N ഡബിൾ ബോണ്ട് O, ഇവിടെ കണ്ടോ. ആദ്യത്തെയും അവസാനത്തെ സ്ട്രക്ചർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ബോണ്ട് ഇവിടെയും ഇവിടെ ആയിരുന്നു. ഇവിടെ ബോണ്ട് വന്നപ്പോൾ ഇവിടെ. നിങ്ങളൊരു പാത്രത്തിനകത്ത് നൈട്രോ ബെൻസിൻ എടുക്കുകയാണെങ്കിൽ ഈ 5 മോളിക്യൂളാർ ഫോമിലും അതിനെ അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല കാണാൻ പറ്റുന്നത്, ഇത് മാത്രമല്ല ഇതെല്ലാം കാണാൻ പറ്റും. ഏതാ എക്സാമിന് ചോദിക്കും. എക്സാമിന് ഈ നൈട്രോ ബെൻസിന്റെ റെസൊണൻസ് ഇഫക്റ്റ് വരച്ച് കാണിക്കാൻ പറയും. ഡെഫിനിഷൻ ചോദിക്കും, എന്നിട്ട് ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും റെസൊണൻസ് എഫക്റ്റിന്റെ. ഇങ്ങനെ കാണിക്കും. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഇച്ചിരി പാടാ, മനസ്സിലാക്കണം ക്ലിയർ ആയിട്ട്. വേണേ വീഡിയോ അയച്ചു തരാം. ഈ വീഡിയോ വീണ്ടും കേൾക്കുക. ഈ എഫക്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. -R എഫക്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ -R പഠിച്ച +R എഫക്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി നമുക്കൊരു മാക്സിമം 2 ക്ലാസ് കൂടെ ഈ കെമിസ്ട്രി വരുള്ളൂ. കെമിസ്ട്രി തീരുക, അത്രേ ഉള്ളൂ. എന്തുവാ? ഓക്കെ, എന്നാ ഇങ്ങനെ നിർത്താമേ.